ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് പേജ് നമ്പർ 27 ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതുക. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആണെന്ന് തന്നിട്ടുണ്ട്. 7 പദങ്ങൾ 1, 2, 3, 4, 5, 6, 7. 7 പദങ്ങളുടെ തുക 70 ആണ് അല്ലേ? അപ്പോൾ 3 ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സമവാക്യമുണ്ട്: തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. സമം മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇതിലാകെ 1, 2, 3, 4, 5, 6, 7 ടേം. ഇതിൽ മിഡിൽ ടേം ഏതാ വരിക? 4th പൊസിഷനിലുള്ളത്. അപ്പോൾ ഈ 7 പദങ്ങളെ തുക 70 സമം മിഡിൽ ടേം 4th ടേമാണ് വരിക ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 7. നമുക്ക് 4th ടേം നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻറ്റു 7 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി. 70/7 സമം 4th ടേം അല്ലെങ്കിൽ 4ാം പദം. 70/7 10 സമം 4th ടേം. 4ാം പദം കിട്ടി 10. ഇനി നമുക്ക് 3 ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ശ്രേണി നോക്കാം. 4ാമത്തെ പദം നമുക്കറിയാം എത്രയാണ്? 10. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് 1 ആക്കി എടുത്തു. 10 ബാക്കിലേക്ക് പോകുമ്പോൾ 1 വീതം കുറച്ച് എഴുതുക. 9, 8, 7. ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ 11 എക്സെട്ര. രണ്ടാമത്തെ ടേം സീക്വൻസ് കോമൺ ഡിഫറൻസ് 2 ആക്കിയിട്ട് എടുക്കുക. നമുക്ക് 4th ടേം അറിയാം. 1, 2, 3, 4. 4th ടേം 10 ഒരു ടേമിന് വേണ്ടി വരച്ചിട്ടു. കോമൺ ഡിഫറൻസ് 2 ആകുമ്പോൾ ഇവിടെ 10, 8, 6, 4, 12 എക്സെട്ര. ഇനി കോമൺ ഡിഫറൻസ് മൂന്നാമത്തെ സീക്വൻസ് എഴുതാം. കോമൺ ഡിഫറൻസ് 3 ആക്കി എടുക്കുക. 4ാമത്തെ ടേം അറിയാം. 1, 2, 3. 4ാമത്തെ ടേം 10. കോമൺ ഡിഫറൻസ് 3 ആക്കി എടുക്കുമ്പോൾ ഇവിടെ 10. 10ന്ന് 3 കുറച്ചാൽ 7. 7ന്ന് 3 കുറച്ചാൽ 4. 4ന്ന് 3 കുറച്ചാൽ 1. ഇനി ഇങ്ങോട്ടാകുമ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യേണ്ടത്? കൂട്ടുകയാണ് ചെയ്യേണ്ടത്. 10 കൂടെ 3 കൂട്ടിയാൽ 13 എക്സെട്ര. രണ്ടാമത്തെ ചോദ്യം: ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30ഉം ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140ഉമാണ്. അപ്പോൾ ആദ്യത്തെ വഴി എഴുതാം. സം ഓഫ് 3 ടേംസ് 3 പദങ്ങളുടെ തുക സമം 30. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 7 പദങ്ങളുടെ തുക 140. 7 പദങ്ങളുടെ തുക (140). സം ഓഫ് 7 ടേംസ് സമം 140. നമുക്കറിയാം ആദ്യ 3 പദങ്ങളുടെ തുക 30 ആണെന്ന്. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സം ഈക്വൽ ടു തുക സമം മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. നമ്മളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ശ്രേണിയിലെ 2ാം പദം എന്താണ്? വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം?
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയാം. ആദ്യം 3 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ്. തുക 30 പറഞ്ഞിട്ടുണ്ട്. നമ്മോട് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമുക്ക് എന്താ അറിയാം, മിഡിൽ ടേം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കാം 3 പദങ്ങളുടെ തുക 30 സമം മധ്യപദം അറിയില്ല, അപ്പോൾ സെക്കൻഡ് ടേം അതുപോലെ തന്നെ എഴുതി ഇൻറ്റു എത്ര പദങ്ങളുണ്ട് 3. ഇനി ഇൻറ്റു 3 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി 30/3 സമം സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം സമം 30/3 10. രണ്ടാം പദം കിട്ടി 10. ചോദ്യം ശ്രേണിയിലെ 4ാം പദം എന്താണെന്നാണ്. നമുക്ക് 7 പദങ്ങളുടെ തുക അറിയാം, 140 ആണെന്ന് ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7. 7 പദങ്ങളെ തുക 140. ഈ 7 ഉണ്ട്. ആ മൊത്തം മിഡിൽ ടേമിൽ ഏതാ വരുന്നുണ്ടാവുക? ഇവിടെ നോക്കുമ്പോൾ 4ാമത്തെ പദം. ഇവിടെ 3 പോവും, ഇവിടെ 3 പോയി. അപ്പോൾ 4th ടേമാണ് മിഡിൽ ടേം ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. 7 പദങ്ങളുടെ തുക 140. 140 സമം മിഡിൽ ടേം 4th ടേമാണ് ഇൻറ്റു നമ്പർ ഓഫ് ടേം. ആകെ എത്ര ഉണ്ട്? 7. ഇനി 140 ഇൻറ്റു 7 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി 140 ഹരിക്കണം 7 സമം 4th ടേം. 140 ഹരിക്കണം 7 ചെയ്ത് നോക്കാം. 140 ഹരിക്കണം 7, ഒരു 7, 2 7 14, 20. അപ്പോൾ 4th ടേം കിട്ടും 20. 4ാം പദം 20. 3ാമത്തെ ചോദ്യം ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ടേം 2ാം പദം നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 10. 4ാം പദം 4th ടേം നമുക്ക് കിട്ടി. എത്രയാണ്? 20. നോക്കി നോക്കൂ, ഇത് സെക്കൻഡ് ടേം. ഇനി നമ്മൾ 4th ടേമിലേക്ക് ആവണമെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര കൂട്ടണം? 2D കൂട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ സീക്വൻസിലെ ആദ്യത്തെ 3 പദങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ സെക്കൻഡ് ടേമിൽ കൂടെ 2ാം പദത്തിൽ കൂടെ കോമൺ ഡിഫറൻസ് 2 പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4ാം പദം കിട്ടും. 2ാം പദം പ്ലസ് 2D സമം 4ാം പദം. സെക്കൻഡ് ടേം നമുക്ക് എത്രയെന്നറിയാം? 10 പ്ലസ് 2D സമം 4th ടേം 20. ഇനി 10 പ്ലസ് 2D എത്രയായിരുന്നു? 20. ഈ 10 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. 2D സമം 20 മൈനസ് 10. 20 മൈനസ് 10 10. 2D സമം 10 ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ. D സമം 10/2 സമം 5. പൊതുവ്യത്യാസം കിട്ടി. എത്രയാണ്? 5. നമുക്ക് സീക്വൻസിലെ ആദ്യത്തെ 3 പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 3 പദങ്ങൾ നമുക്ക് ഏതൊക്കെ അറിയാം? സെക്കൻഡ് ടേം നമുക്കറിയായിരുന്നു. എത്രയാണ്? നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 10 അല്ലേ? കോമൺ ഡിഫറൻസ് നമുക്കിപ്പോൾ കിട്ടി. എത്രയാണ്? 5. ഇപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കുറയ്ക്കുക? -5 കുറച്ചാൽ ഇവിടെ എത്രയായി? 5. ഇവിടെ 10. നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് 5 കൂട്ടുക. 10 + 5 15. ഇനി ഒരു ടേമും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക?
ഇതിൽ കൂടെ 5 വീണ്ടും കൂട്ടുക. അപ്പോൾ എത്രയായി? 20. നമ്മളുടെ ആദ്യത്തെ 3 ടേംസ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെ എഴുതാം? 5, 10, 15 എക്സെട്ര. മൂന്നാമത്തെ ചോദ്യം. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആണ്. അപ്പോൾ ആദ്യം എഴുതാം സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യ 5 പദങ്ങളുടെ തുക സമം 150. പിന്നെ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഈസ് 550. ആദ്യ 10 പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ആദ്യ 10 പദങ്ങളുടെ തുക സമം 550. ഇനി ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയിലെ മൂന്നാമത്തെ പദം എന്താണ്? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ മൂന്നാമത്തെ പദം, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആണെന്നറിയാം. അത് ഉപയോഗിച്ച് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. 5 പദങ്ങൾ 1, 2, 3, 4, 5. ഈ 5 പദങ്ങളെ തുക 150. നമുക്കിതിലത്തെ മിഡിൽ ടേം ഏത് പൊസിഷനുള്ളതായിരിക്കും വരിക? തേർഡ് പൊസിഷനുള്ളത് അല്ലേ? നമുക്ക് ഇക്വേഷൻ അറിയാം. സം ഈക്വൽ ടു തുക സമം മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. തുക എത്രയെന്നറിയാം? 150 സമം, നമുക്ക് തേർഡ് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ടേം ഇൻറ്റു ആകെ എത്ര പദങ്ങളുണ്ട്? 5. ഇനി ഇൻറ്റു 5 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ. 150/5 സമം തേർഡ് ടേം. 150/5 ചെയ്ത് നോക്കാം. 150 ഹരിക്കണം 5, 3 × 5 15, 30. അപ്പോൾ 150/5 30 കിട്ടും. 30 ആയിരിക്കും തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാം പദം. ഒന്നാം ചോദ്യം എന്തായിരുന്നു? മൂന്നാം പദം കണ്ടെത്താനായിരുന്നു. മൂന്നാം പദം 30. അടുത്ത ചോദ്യം, ശ്രേണിയിലെ 8ാം പദം എന്താണ്? അതാണ് മൂന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ 5 പദങ്ങളുടെ തുക നമുക്കറിയാം 150. മൊത്തം 10 പദങ്ങളുടെ തുക എത്രയാണ്? 550. ഇനി നമുക്ക് ഈ 8th ടേം കിടക്കുന്നത് എവിടെ? ബാക്കിയുള്ള ഈ 6th മുതൽ 10th വരെയുള്ള ടേമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 6th മുതൽ 10th വരെയുള്ള ടേംസിൻ്റെ സമ്മ് കാണണം. അപ്പോൾ ആദ്യം എഴുതാം സം ഓഫ് 6th, 7th, 8th, 9th, 10th. 6 മുതൽ 10 വരെയുള്ള പദങ്ങളുടെ തുക നമുക്കറിയാം. 1 മുതൽ 10 വരെയുള്ള പദങ്ങളുടെ തുക എത്രയാണ്? 550. ആദ്യത്തെ 5 പദങ്ങളുടെയോ 150. അത് രണ്ടും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേംസിൻ്റെ തുക കിട്ടും. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് മൈനസ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ആദ്യ 10 പദങ്ങളുടെ തുക
മൈനസ് ആദ്യ 5 പദങ്ങളുടെ തുക. ആദ്യ 10 പദങ്ങളെ തുക എത്രയായിരുന്നു? 550 മൈനസ് ആദ്യ 5 പദങ്ങളെ തുക 150. ഒന്ന് കുറച്ച് നോക്കാം. 550 മൈനസ് 150. 0 5 5 പോയ 0 5 പോയ 4 400 അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8th ടേം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6th 7th 8th 9th 10th 6th 7th 8th 9th 10th 6 മുതൽ 10 വരെയുള്ള പദങ്ങളെ തുക എത്ര കിട്ടിയത്? 400. ഇതിൻ്റെ മിഡിൽ ടേം 8th ടേം. അപ്പോൾ ഇക്വേഷൻ എഴുതാം. സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക സമം മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. 6 മുതൽ 10 വരെയുള്ള പദങ്ങളുടെ തുക 400. 400 സമം 8th ടേം ഇൻറ്റു 5. ഇൻറ്റു 5 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി. 400 ഡിവൈഡഡ് ബൈ 5 സമം 8th ടേം. ഡിവൈഡ് ചെയ്ത് നോക്കാം. 400 ഹരിക്കണം 5. 8 5 40 0 0. അപ്പോൾ 8th ടേം കിട്ടി 80. 8ാം പദം 80. അടുത്ത ചോദ്യം, ഈ ശ്രേണിയിലെ 3 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 3rd ടേം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 30 ആണെന്ന്. 8th ടേം കണ്ടുപിടിച്ചു 80 ആണെന്ന്. ഇനി 3rd ടേമിന്ന് 8th ടേമിലേക്ക് ആവാൻ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം ചെയ്യണം? 5D ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 3rd ടേം 3ാം പദം പ്ലസ് 5D സമം 8th ടേം. 3ാം പദം പ്ലസ് 5D സമം 8ാം പദം. 3ാം പദം 30 പ്ലസ് 5D സമം 80. 30 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസായി. 5D സമം 80 മൈനസ് 30. 5D സമം 50 കിട്ടും. D സമം 50/5 എത്രയാണ്? 10 അല്ലേ? 10. നമുക്ക് ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3ാം പദം നമുക്കറിയാം എത്രയാണ്? 30. കോമൺ ഡിഫറൻസ് എത്ര കിട്ടിയത്? പൊതുവ്യത്യാസം 10. അപ്പം എത്ര വീതം കുറച്ച് എഴുതിയാൽ മതി? -10 അല്ലേ? 30ന്ന് 10 കുറച്ചാൽ 20. 20ന്ന് വീണ്ടും 10 കുറച്ചാൽ 10. അപ്പോൾ ശ്രേണിയിലെ ആദ്യ 3 പദങ്ങൾ 10, 20, 30. 4ാമത്തെ ചോദ്യം, the sum of the 11th and 21st term of an arithmetic sequence is 80. What is the 16th term? ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആയാൽ 16ാം പദം എന്താണ്? നമുക്കറിയാം ഈ 11ാമത്തെ ടേം മുതൽ 21ാം ടേം ആയിട്ട് വരുമ്പോൾ മിഡിൽ ടേം എത്ര തന്നെ ആയിരിക്കുക വരിക? 16. അപ്പോൾ നമുക്ക് എഴുതാം സം ഓഫ് 11th ടേം പ്ലസ് സം ഓഫ് 21st ടേം സമം 2 ഇൻറ്റു മിഡിൽ ടേം. അതെങ്ങനെയാണ് വന്ന്? ശ്രേണിയിൽ 11 മുതൽ 21 വരെ ആകെ 11 ടേംസ് ആണ് ഉണ്ടാവുക. ഈ ആകെ പദങ്ങൾ 11 ആണ്. അവ എന്താണ്? ഒറ്റ സംഖ്യയാണ്.
ഒറ്റ സംഖ്യയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ഇൻറ്റു മിഡിൽ ടേം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കറിയാം 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും സമ്മ് 80 സമം 2 ഇൻറ്റു മിഡിൽ ടേം എത്രയാണ് 16th ടേം. ഈ ഇൻറ്റു 2 കൊണ്ട് പോകുമ്പോൾ ഡിവിഷൻ 18/2 സമം 16th ടേം 16ാം പദം. 80/2 80ൻ്റെ പകുതി 40 40 സമം 16th ടേം 16ാം പദം. ചോദ്യം തന്നെയായിരുന്നു. 16ാം പദം കണ്ടുപിടിക്കാൻ കിട്ടി 40. ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു പഞ്ചഭുജത്തിൻ്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഒന്നാമത്തെ ചോദ്യം, ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? കോണുകൾ വലുപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? രണ്ടാമത്തെ ചോദ്യം, ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 വാട്ട് ആർ ദ അതർ ആംഗിൾസ്? ഏറ്റവും ചെറിയ കോൺ 40 ആയാൽ മറ്റു കോണുകൾ എന്തൊക്കെയാവും? മൂന്നാമത്തെ ചോദ്യം, ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 ഡിഗ്രി? ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ? നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? കോണുകളെ വലുപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഒരു പെൻഡഗണിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? എത്ര സൈഡ് ഉണ്ടാവും പെൻഡഗണിന്? 5 സൈഡ്. 5 സൈഡ് ആകുമ്പോൾ എത്ര ആംഗിള്? 5 ആംഗിള് വീതമാണ് ഉണ്ടായിരിക്കുക. പക്ഷേ നമുക്കറിയില്ല, ചോദ്യത്തിൽ വന്നിട്ടില്ല പെൻഡഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് നോക്കാം. സം ഓഫ് ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ n-2 ഇൻറ്റു 180 ഡിഗ്രി. പഞ്ചഭുജത്തിൻ്റെ കോണുകളുടെ തുക n-2 ഇൻറ്റു 180. എന്ന് പറഞ്ഞ വശങ്ങളാണ്. പഞ്ചഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 5 -2 ഇൻറ്റു 180 ഡിഗ്രി. 5 -2 3 ഇൻറ്റു 180 ഡിഗ്രി ഗുണിച്ചാൽ നമുക്ക് 540 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ഇതിൽ മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പഞ്ചഭുജത്തിന് ആകെ 5 വശങ്ങൾ, 1 2 3 4 5, അതുപോലെ 5 കോണുകളും ഉണ്ടായിരിക്കും. 5 കോണുകൾ തുക നമുക്കിപ്പോൾ എത്രയാണ് കിട്ടിയത്? 540 ഡിഗ്രി. നമ്മളോട് ഒന്നാം ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ കോണ്, തേർഡ് ആംഗിള് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആകെ നമ്മൾ ഇക്വേഷൻ പഠിച്ചത് എന്തായിരുന്നു? സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക എത്രയാണ് ചെയ്തപ്പോൾ നേരത്തെ കിട്ടിയത്? 540 ഡിഗ്രി സമം മിഡിൽ ടേം, അതായത് തേർഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5. ഇനി ഇൻറ്റു 5 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ 540 ഡിഗ്രി ഹരിക്കണം 5 സമം തേർഡ് ടേം. 540 ഹരിക്കണം 5 നമുക്ക് 108 ഡിഗ്രി കിട്ടും സമം തേർഡ് ടേം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 108 ഡിഗ്രി. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ കോൺ 40 ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ എന്തൊക്കെയാവാം? അപ്പോൾ ഏറ്റവും ചെറിയ കോണ് പറയുമ്പോൾ ഫസ്റ്റ് ആംഗിൾ, ഒന്നാമത്തെ കോണ് എത്രയായാൽ
40 ഡിഗ്രി ആയാൽ ബാക്കിയുള്ള കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കോണുകൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? കോമൺ ഡിഫറൻസ് അറിയണം. നമുക്ക് തേർഡ് ആംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 108 ഡിഗ്രി. തേർഡ് ആംഗിൾ 108 ഡിഗ്രി. ഫസ്റ്റ് ടേമിൽ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് തേർഡ് കിട്ടണത്? 2D അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക കോമൺ ഡിഫറൻസ്? ഫസ്റ്റ് പ്ലസ് 2D ഈക്വൽ ടു തേർഡ്. നമുക്ക് ഫസ്റ്റ് ആംഗിൾ അറിയാം 40 ഡിഗ്രി പ്ലസ് 2D സമം 108 ഡിഗ്രി. ഇനി പ്ലസ് 40 അങ്ങോട്ട് പോകുമ്പോൾ മൈനസായി 2D സമം 108 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി. 2 ഇൻറ്റു ഡി സമം 108 മൈനസ് 40 68 ഡിഗ്രി. ഇനി ഇൻറ്റു ഡി ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ. ഡി സമം 68/2 സമം 68ൻ്റെ പകുതി 34. കോമൺ ഡിഫറൻസ് എത്രയായിട്ടാണ് വരുന്നത്? 34 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഈ സീക്വൻസിലെ ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി. അത് കൂടെ കോമൺ ഡിഫറൻസ് എത്രയും? 34. 40 കൂടെ 34 കൂട്ടുക. 40 കൂടെ 34 കൂട്ടിയ 74 ഡിഗ്രി. ഇനി 74 കൂടെ 34 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ടേം ഓൾറെഡി അറിയാം. എത്രയാണ്? 108 കിട്ടും. ഇനി 108 കൂടെ 34 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 142 ഡിഗ്രി കിട്ടും. ഇതാണ് ഈ സീക്വൻസിലെ ബാക്കി പദങ്ങളായിട്ട് വരിക. ഇനി ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഏറ്റവും ചെറിയ കോൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോണ് 36 ഡിഗ്രി, സെക്കൻഡ് അറിയില്ല, തേർഡ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 108 ഡിഗ്രി. ഫോർത്ത്, ഫിഫ്ത്ത് നമുക്കറിയാം പെയറാകും എപ്പോഴും. എങ്ങനെ? ഫസ്റ്റും ഫിഫ്ത്തും 5 ടേം ഉണ്ടെങ്കിൽ ഫസ്റ്റും ഫിഫ്ത്തും അല്ലേ? പിന്നെ സെക്കൻഡും ഫോർത്തും. അപ്പോൾ നമുക്ക് എഴുതാം ഫസ്റ്റ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം, ഫസ്റ്റ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം സമം ഓഡ് നമ്പേഴ്സാണ് സീക്വൻസിലുള്ളതെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 2 ടൈംസ് 2 ഇൻറ്റു മിഡിൽ ടേം. ഒന്നാം പദം പ്ലസ് അഞ്ചാം പദം സമം 2 ഇൻറ്റു മധ്യപദം. ഒന്നാം പദം നമുക്ക് എത്ര ചോദ്യത്തിൽ വന്നിട്ടുണ്ട്? 36. 36 പ്ലസ് ഫിഫ്ത്ത് ടേം സമം 2 ഇൻറ്റു മിഡിൽ ടേം 108. 36 പ്ലസ് ഫിഫ്ത്ത് ടേം 2 ഇൻറ്റു 108 216 ഡിഗ്രി. ഇനി പ്ലസ് 36 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഫിഫ്ത്ത് ടേം സമം 216 ഡിഗ്രി മൈനസ് 36 ഡിഗ്രി സമം 216 മൈനസ് 36 0 8 1 180 ഡിഗ്രി. ഫിഫ്ത്ത് ടേം കിട്ടും 180 ഡിഗ്രി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ചെറിയ കോൺ 36 ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ കോണ്, അതായത് അഞ്ചാമത്തെ ടേം പറഞ്ഞാൽ ഫിഫ്ത്ത് ആംഗിള് 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും ഒരു പഞ്ചഭുജത്തിൻ്റെ ഒരു ആംഗിള് 180 ആണെങ്കിൽ ലീനിയർ ലൈനിൻ്റെ മുകളിലാണ് വരിക. അതുകൊണ്ട് ഇതിലത്തെ ഏറ്റവും ചെറിയ ആംഗിൾ ഒരിക്കലും എന്തായിട്ട് വരില്ല? 36 ഡിഗ്രി ആയിട്ട് വരില്ല. ഇനി ഈ അധ്യായത്തിലെ അവസാന ഭാഗം അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരേക്കും ബായ്.